ദില്ലി ഹുമയൂൺ ശവകുടീരത്തിന് സമീപം പത്തേഷാ ദർഗയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ അപകടമാണ് ഇന്ന് വൈകിട്ട് 4:30 നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. 5 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. അതിൽ 2 പേർ സ്ത്രീകളാണ്. 11 പേരാണ് അപകട സമയത്ത് ദർഗയ്ക്കകത്തുണ്ടായിരുന്നത്. 4 യൂണിറ്റ് ഫയർഫോഴ്സും NDRFും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകട സ്ഥലത്ത് നിന്ന് ആദിൽ പാലോട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹുമയൂൺ ടോംബ് വളപ്പിലെ പത്തേഷാ ദർഗ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്, തകർന്നു വീണത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ തെരച്ചിൽ പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ് ഈ ഭാഗത്ത് നിന്നും. 10 പേർ ഇതിനുള്ളിൽ പെട്ടുപോയിരുന്നു. പത്തേഷാ ദർഗയുടെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ആ കെട്ടിടമാണ്. അതിൻ്റെ മേൽക്കൂരയും ഒരു വശത്തെ ചുവരും താഴേക്ക് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയുന്നത്. നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ദില്ലി പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ച് അവസാനത്തിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർത്തിയായി പറയുകയും ചെയ്തത്. करीब 25 व्यक्तियों ने यहाँ पे रेस्क्यू ऑपरेशन करा और प्राथमिक सूचना के अनुसार जो है इसमें दरगाह फत्ते वाली इसके 2 रूम कोलैप्स हो गए थे, उनकी रूफ कोलैप्स हो गई थी, जिसके मलबे से जो है टोटल 10 लोगों को रेस्क्यू करा गया, जिसमें से 9 ट्रॉमा सेंटर एम्स में शिफ्ट करे हैं और एक जो है वो RML ഹോസ്പിറ്റൽ അഡ്മിറ്റ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിരുന്നു, അവധി ദിനമായതിനാൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. സഞ്ചാരികൾ നിരവധി ആളുകൾ എത്തിയിരുന്നു. ഹുമയൂൺ ടോംബ് വളപ്പിലാണ് ഈ കെട്ടിടം ഉള്ളത്. പുരാതനമായ കെട്ടിടമാണ്. ഇടക്കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഈ മഴയും കാറ്റുമൊക്കെ ഇന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഫലമായാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. ഈ ഹുമയൂൺ ടോംബിനെ ഈ അപകടമുണ്ടായ കെട്ടിടത്തിന് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി.